ഇന്ന് ഞാനൊരു വെജിറ്റബിൾ കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിനായി ഒരു കടായിയിനകത്ത് ഒരു സ്പൂൺ പെരുംജീരകവും ഒരു പട്ടയും, ഈ ചെറിയ കഷ്ണം പട്ട ഇട്ടാൽ മതി, ഒരു ഗ്രാമ്പൂ ഇട്ട് അതിലേക്ക് 2 ചെറിയ സവാള കട്ട് ചെയ്തിട്ടിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ഇട്ട് കുറച്ച് വാട്ടാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. അതൊന്ന് വാടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇനി ഇത് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതിൻ്റെ അകത്തൊരു 10 കാഷ്യും ഒരു പിടി തേങ്ങയും ഇട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇനി ഇത് അരച്ചെടുക്കേണ്ടതാണ്. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി വേറൊരു കടായിൽ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് വേവിക്കാൻ വെക്കാം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇത് അരച്ചെടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം. കുക്കറിലൊന്നും വേവിക്കുന്നില്ല. നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കണമെങ്കിൽ നിങ്ങൾ കുക്കറിലിട്ടാൽ മതി. ഇത് 5 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് വെന്ത് കിട്ടും. ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിലേക്ക് കോളിഫ്ലവറും ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കുക. ഇത് പച്ച ഗ്രീൻ പീസാണ്, അതുകൊണ്ട് വേഗം വേകും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇട്ടത്. ഇത് വെന്തിട്ടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരവ് നമുക്കിതിലേക്ക് മിക്സാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും എല്ലാം കഴിക്കാൻ ഇത് നല്ല ഒരു വെജിറ്റബിൾ കറിയാണ്. അവസാനം നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് വാങ്ങി വെക്കാം.